കുറേ നാളുകളായി ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ വട്ടവട. ഫോട്ടോകളിലൂടെയും വീഡിയോകളിലൂടെയും ഒക്കെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആ കാഴ്ചകളൊക്കെ ആദ്യമായി നേരിൽ കാണാനുള്ളൊരു യാത്ര. മൂന്നാറിന്റെ മലനിരകൾ പിന്നിട്ട് മേഘങ്ങൾക്കും കാറ്റിനുമൊപ്പം മുന്നോട്ട് പോകുന്ന ഒരു റൈഡ്. മെഡോസും ചിലന്തിയാറും വട്ടവടയുടെ ഗ്രാമീണ ഭംഗിയും ആദ്യമായി കാണുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് അറിയാനുള്ളൊരു കൗതുകം. So guys, welcome to my first Vattavada ride. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് വേറൊരു ട്രിപ്പായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്പോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വട്ടവടയിൽ പോകാട്ടാണ്. ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വട്ടവട ഞാൻ പോകുന്നത്. ഇതുവരെ പോകാൻ കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ പരിപാടിയൊന്നും നടന്നില്ല. ഞാനിപ്പോൾ ഏകദേശം ഒരു വീട്ടിൽ നിന്ന് ഒരു 4-4:30 ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ ചാലക്കുടി പോട്ട ഭാഗത്ത് വണ്ടി ഓടിച്ചെത്തിക്കട്ടെ. ഏകദേശം 5:30 എന്തോ ആയിട്ടുണ്ട് സമയം. അപ്പോൾ എൻ്റെ ഒപ്പം നമ്മുടെ സുനിൽ ബ്രോ ഉണ്ട്, ഇപ്പോൾ സഞ്ജു ബ്രോ ഉണ്ട്. നമ്മുടെ റൈഡിന് ഉണ്ടാവാറുള്ള മിക്ക ആൾക്കാരും ഇപ്പോൾ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഇന്ന് വേറെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാൽപ്പാറ ട്രിപ്പ് ആവേണ്ടതായിരുന്നു. പക്ഷേ എല്ലാവരും കൂടെ നമുക്കൊരു വട്ടവട പോയിട്ട് സ്റ്റേ ഒക്കെ അടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വട്ടവടയിലേക്കാക്കി നമ്മുടെ ട്രിപ്പ്. അങ്ങനെ നമ്മളിപ്പോൾ വട്ടവട പോയിക്കൊണ്ടി നമ്മളങ്ങനെ പെരുമ്പാവൂരാട്ടോ. അപ്പോൾ പെരുമ്പാവൂരിൽ നിന്ന് കുറച്ച് പേര് ജോയിൻ ചെയ്യാനുണ്ടായിരുന്നു. ഇവിടെ എറണാകുളത്ത് നിന്ന് വരുന്ന കുറച്ച് പേരൊക്കെ ഇവിടെ പെരുമ്പാവൂരിൽ നിന്നാണ് ജോയിൻ ചെയ്തത്. ഇവർ ഏകദേശം എനിക്ക് തോന്നുന്നു 5:05 വന്ന് നിൽക്കുന്നതാണ്. നമ്മൾ കുറച്ച് ലേറ്റായി പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കേണ്ട ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പാടാണ്. അത് കാരണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ച് ഇറങ്ങുകയാണ് ചെയ്തത്. സാധാരണ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഞാൻ നോർമലി ഒരു മുട്ട പുഴുങ്ങിയതും പിന്നെ കുറച്ച് നൂഡിൽസൊക്കെ കഴിച്ചത് വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. നമുക്ക് ഫുഡ് കഴിക്കാണ്ട് വണ്ടി ഓടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഏകദേശം ഒരു 7-8 മണിക്കാവും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ വീട്ടിൽ നിന്ന് ഏകദേശം 4:30 ആ ടൈമൊക്കെ ആകുമ്പോൾ ഇറങ്ങി അത്രയും നേരം വിശന്നിരിക്കാനൊന്നും എൻ്റെ കൊണ്ട് പറ്റില്ല. അത് കാരണം എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങാറ്. അപ്പോൾ അതൊക്കെ കഴിച്ച് വന്നപ്പോൾ ഒന്ന് ലേറ്റായി പോയതാണ് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അയ്യോ, അങ്ങനെ നമുക്ക് ഒരു ഗോൾഡൻ അവർ കിട്ടിയിട്ടോ. അത്യാവശ്യം നല്ലൊരു വൈബ് തോന്നുന്നുണ്ട്. നല്ല സൺറൈസും പിന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പണി നടക്കുന്നുണ്ട്, റോഡിൻ്റെ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ. ഇതുവരെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കിടക്കായിരുന്നു തോന്നുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് കുഴപ്പമില്ല, കൊള്ളാം കേട്ടോ. എന്തായാലും സൂര്യൻ പക്ഷേ വെയിലായിട്ട് ഏകദേശം 7 മണി എന്തോ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ചൂടെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ജാക്കറ്റും വലിച്ചവരെയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നല്ലോണം ഉള്ളിലേക്ക്. അങ്ങനെ ഈ ട്രിപ്പിലെ ഫസ്റ്റ് കോട കിട്ടിയിട്ടോ. കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ല. നമുക്കങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ്, എനിക്കോട് ഈ വർഷത്തിൽ ആദ്യമായിട്ടാണ് കോടയൊക്കെ കിട്ടുന്നത് വണ്ടി ഓടിക്കുമ്പോൾ. കൂർഗ് പോയപ്പോൾ മോർണിംഗിൽ അത്യാവശ്യം കോട ഉണ്ടായിരുന്നു സ്റ്റേഡ് വന്നു. പിന്നെ ആ വഴിക്ക് പോയില്ല. ഇപ്പം ഒന്ന് വണ്ടി ഓടിക്കുന്ന ടൈമിലൊന്നും കിട്ടിയില്ല കോട. നമ്മളങ്ങനെ ടീ പ്ലാന്റേഷൻസ് ഒക്കെ കണ്ടു തുടങ്ങി കേട്ടോ. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഏകദേശം മൂന്നാറൊക്കെ എത്താറായിട്ടുണ്ട്. ഇവിടെ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കട്ടോ റോഡിൻ്റെ. കാരണം കൊണ്ട് കുറച്ച് ചടങ്ങാണ് വണ്ടി ഓടിക്കാനൊക്കെ. പെട്ടെന്ന് ഓവർടേക്കൊക്കെ ചെയ്ത് വരുമ്പോഴായിരിക്കും റോഡിൽ കുഴിയൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒഴിക്കും. പിന്നെ വേറെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൂർഗ് സെക്കൻഡ് വീഡിയോ കണ്ടപ്പോഴാണ്, സെക്കൻഡ് പാർട്ട് കണ്ടപ്പോഴാണ് എനിക്ക് രസമായിരുന്നു. നിങ്ങളൊക്കെ കമൻസിൽ പറഞ്ഞപ്പോഴാണ് ശരിക്കും പറയുന്നത് ശ്രദ്ധിക്കേണ്ടത്. ഒരു ലോഡ് അപ്പോൾ എന്ന് പറഞ്ഞ് ഒരു ലോഡ് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റിലൊരു 10-100 പ്രാവശ്യം മിനിമം ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കട്ടെ, ഈ വീഡിയോയിൽ എന്തായാലും ഞാൻ മാക്സിമം അത് റെഡിയാക്കാൻ ശ്രമിക്കാം. പിന്നെ വേറെ കേസ് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട്, മൈക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ
അപ്പോൾ മൈക്ക് ഞാൻ നോക്കി. ആ, ആരോ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ഇൻഫോ എന്ന് പറഞ്ഞൊരു സൈറ്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്ന് ചെക്ക് ചെയ്തപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത, എന്താ പറയുക, റേറ്റിന് സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, ഈ സാധനം ഒട്ടും വാട്ടർ പ്രൂഫ് അല്ല. സാധനം ഓർഡർ ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴാണ് കണ്ടപ്പോൾ അറിഞ്ഞത് സാധനം ഒട്ടും വാട്ടർ പ്രൂഫ് അല്ല. അപ്പോൾ ഈ മഴയത്ത് വെച്ചിട്ട് നമുക്ക്, എന്താ പറയുക, ഈ ഹെൽമെറ്റിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് ഓടിക്കുമ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. കണ്ടൻസേഷനും കാര്യങ്ങളൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം മൈക്ക് നിൽക്കുന്ന അറിയില്ല. അപ്പോൾ അതാണൊരു വിഷയമായിട്ട് നിൽക്കുന്നത്. എന്തായാലും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൈക്ക് വരട്ടെ, മൈക്ക് വന്നിട്ട് സെറ്റാക്കിയിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ ടോപ്പ് സ്റ്റേഷൻ പോകുന്ന വഴിക്ക് കയറിയിട്ടോ. അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് ഉണ്ട്. പക്ഷേ ഈ ഭാഗത്തേക്ക് തിരക്ക് കുറവാണ്. നോർമലി നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്തെ നിർത്തിയിട്ടുണ്ടായിരുന്നു മൂന്നാർ ഭാഗത്ത്. അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, പൂര തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂര തിരക്കായിരുന്നു. കാരണം നമുക്ക് വണ്ടി പാർക്കിങ്ങിന് പോലും സ്ഥലം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. റോഡൊക്കെ സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, വണ്ടി സൈഡിൽ ഒതുക്കിയ കാരണം കൊണ്ട് വേറെ ഏതെങ്കിലും വണ്ടി റോട്ടിൽ കൂടെ പോകണ വണ്ടി എടുത്തുകൊണ്ട് പോകുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. മൂന്നാർ ടൗണൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഫുള്ള് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്ക്. ഒന്നാമത് ഈ പണി നടക്കണതും പിന്നെ അതുമാതിരി തന്നെ ഇപ്പോൾ വെക്കേഷൻ മൂടും കൂടെ ആണല്ലോ. പിന്നെ അതിൻ്റെ ചെറിയൊരു ചടങ്ങും കൂടെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് ചടങ്ങായിരുന്നു മൂന്നാറിൽ നിന്ന് കടന്നിടാൻ വേണ്ടി. മൂന്നാർ കടന്നിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെയും ഇവിടെ അത്രയും തിരക്ക് തോന്നുന്നില്ല. ഇവിടെ ഉള്ള നോർമൽ തിരക്ക് പോലെ തന്നെ അത്രേ ഫീൽ ചെയ്യുന്നുള്ളൂ. ഇവിടേക്കും എനിക്ക് തോന്നുന്നു ഇവിടെ നോർമലി തിരക്ക് കുറവാണ് എന്നാണ് എനിക്ക് വിശ്വാസം. മുമ്പൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ വെക്കേഷൻ്റെ തിരക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ക്ലൈമറ്റിൻ്റെ തിരക്ക് ആയിട്ടില്ല എന്ന് തോന്നുന്നു. ക്ലൈമറ്റായി വരുന്നേ ഉള്ളൂ. പക്ഷേ അവിടെ ഇവിടെയൊക്കെ, എന്താ പറയുക, ഇടയ്ക്ക് മഴയൊക്കെ കിട്ടണ കാരണം കൊണ്ട് ഇടയ്ക്ക് കോട ഇറങ്ങുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഹെവി കോടായിട്ടൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് എന്തായാലും. അപ്പോൾ നോക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ റിപ്പിൾ ടീയുടെ അവരുടേത് ആ ചായക്കടയും പിന്നെ അതുമാതിരി തന്നെ അടുത്തുള്ള പെട്രോൾ പമ്പും. അപ്പോൾ കൊള്ളാട്ടോ, അത്യാവശ്യം ക്ലൈമറ്റ് തോന്നുന്നുണ്ട് കേട്ടോ. മഴക്കാറും പിന്നെ അതുമാതിരി തന്നെ കോടയൊക്കെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നോക്കാം നമുക്ക് എന്തായാലും. ഇത് നമ്മുടെ എക്കോ പോയിന്റിൻ്റെ ലൊക്കേഷൻ കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ പോയിന്റിൽ ആ ഭാഗത്തുനിന്ന് ഒട്ടും വെള്ളമില്ലാത്ത സമയമാണ് ഇപ്പോൾ. ഇതാണ് വേനലൊക്കെ കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ വറ്റി വരണ്ട് കിടക്കുകയാണ്. നമുക്ക് എന്താ പറയുക, വേനലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോഴും വെള്ളം ഒട്ടും ഇല്ലാണ്ടാവും. ഇവിടെ എക്കോ പോയിന്റിലൊന്നും കാണാനില്ല വെള്ളമില്ലാണ്ട്. ഇവിടെ ആകെ ഫുള്ള് ചെളി പിളി മാത്രമേ ഉള്ളൂ ആ വെള്ളമുള്ള സ്ഥലത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്താ പറയുക, മഴക്കാലം എന്തെങ്കിലും മര്യാദയ്ക്ക് തുടങ്ങിയാൽ മാത്രമേ ഇവിടെ പ്രോപ്പറായിട്ട് വെള്ളം കിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്കൊന്നും കാണാനില്ല വേനൽക്കാലത്ത് വന്നതിന്. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ സമയത്തൊക്കെ ഓൾമോസ്റ്റ് മഴ കിട്ടി തുടങ്ങി. പക്ഷെ എന്നിട്ടും ഇവിടെ വെള്ളമൊന്നും ആയിട്ടില്ല. വെള്ളമൊന്നും പറഞ്ഞിട്ടില്ല. ഒരു തുള്ളി വെള്ളമില്ല എക്കോ പോയിന്റിൽ. അങ്ങനെ നമ്മളൊരു ടീ ബ്രേക്ക് എടുക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലപ്പെട്ടി ആവശ്യന്തോ ആണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമുക്ക്
എന്തായാലും ഒരു ടീ കുടിച്ചിട്ട് നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നമ്മുടെ ടീ ബ്രേക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ടിൽ പോണ വണ്ടിയായിട്ട് നമ്മളവിടെ എന്താ പറയുക ചായ കുടിക്കാൻ നിർത്തിപ്പോൾ കണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുക മറ്റേ കാർസോ അതിലൊക്കെ ഉള്ള മരുന്ന് വണ്ടിയൊക്കെ പോലെ അന്വേഷണം പാടല്ലേ കാർസ്. അപ്പോൾ അതിലൊക്കെയുള്ള വണ്ടിയിലൊക്കെ പോലെ തോന്നില്ല കണ്ടപ്പോൾ പെട്ടെന്നാണ് ഇപ്പോൾ. ഇതിപ്പോൾ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ്റെ ഭാഗം തോന്നുന്നു കേട്ടോ. അതിന് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഈ ടോപ്പ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വട്ടവട ഭാഗത്തേക്ക് തിരക്ക് കുറച്ച് കുറയുന്നൊക്കെ പറഞ്ഞു. ഈ ടോപ്പ് സ്റ്റേഷൻ ഒന്ന് കിടന്ന് കിട്ടണം ഈ ബ്ലോക്ക് ഒന്ന് മാറണമെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട്. ഫൈനലി നമ്മളങ്ങനെ വട്ടവട നമ്മുടെ ചെക്ക് പോസ്റ്റിലെത്തില്ലോ. ഇവിടെ വേറെ സീനൊന്നുമില്ല. ഇവിടെ എന്താ പറയുക എഴുതി കൊടുക്കും പാസ്സൊന്നും വേണ്ട, ജസ്റ്റ് വെറുതെ ആ, കാര്യം പറഞ്ഞ് പോയാൽ മതി, വേറെ സീനൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം ഇവിടെ ഒന്ന് ഒരു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ ചോദിച്ചിട്ടാട്ടോ. ഇവിടെ സാറന്മാരോടൊക്കെ ചോദിച്ചിട്ട് അവർ സീനൊന്നുമില്ല പറഞ്ഞു. ജസ്റ്റ് ഒന്ന് നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പോവാണേ. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ ചാടിക്കയറി ക്യാമ ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ വന്ന് വേറെ ഫൈനൊന്നും അടിക്കണ്ടെന്ന് വിചാരിച്ച് ജസ്റ്റ് ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ക്യാമൊക്കെ ഓഫ് ചെയ്തു. അത് കാരണം കൊണ്ട് വരുന്ന ഇതൊന്നും കാണിക്കാൻ പറ്റില്ല. നമ്മളങ്ങനെ വട്ടവടയിലേക്ക് പോവാണ്. വട്ടവട എനിക്ക് തോന്നുന്നു ഇതുവരെ പോയിട്ടില്ല. ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഈ വഴി പോകുന്നത്. അപ്പോൾ എന്നും എല്ലാ പ്രാവശ്യം പോകണമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഒന്നും നടക്കാറില്ല. പിന്നെ DOC ഒക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് 2023 എന്തൊക്കെ ഇവരൊക്കെ വട്ടവട പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിലൊക്കെ ഞാൻ ജസ്റ്റ് എന്താ ജോയിൻ ചെയ്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ആ ടൈമിൽ എന്തെങ്കിലും പോകാൻ പറ്റിയില്ല. പിന്നെ വരുന്ന ട്രിപ്പും കാര്യങ്ങളൊക്കെ എന്താ പറയുക പോകണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഡെസ്റ്റിനേഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക ചെയ്യാം. അപ്പോൾ അങ്ങനെ ഫൈനലി വട്ടവട എത്തി. അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ എത്തിയപ്പോൾ വഴിയൊക്കെ ഭയങ്കര ചെറുതായിട്ടോ. ഇപ്പോൾ വഴിയിലൊക്കെയാണ് പാർക്കിങ്ങും, പിന്നെ അത് കാരണം കൊണ്ട് ഇനി വലിയ ടൂറിസ്റ്റ് ബസ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരുന്നുകൊണ്ടേ വഴി മൊത്തം ബ്ലോക്കാണ്. അപ്പോൾ അത് കുറച്ച് സീനാണ് ഈ വഴിക്ക് വരുമ്പോൾ. നോക്കട്ടെ, ഇനിയിപ്പോൾ വഴിയും ഇവിടെ വരെ അത്യാവശ്യം നല്ല വഴിയായിരുന്നു, ഇനി അങ്ങോട്ട് മോശമായിരിക്കുന്നതാണ് ഇവരൊക്കെ പറയുന്നത്. മഴയില്ലാത്ത കാരണം കൊണ്ട് പിന്നെയും കുഴപ്പമില്ല. നോക്കി നോക്കാം നമുക്ക് എന്തായാലും.
നമ്മളവിടെ ജസ്റ്റ് ഒരു ഹോൾട്ട് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ ഫുഡ് കഴിക്കാൻ പ്ലാൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വണ്ടികൾ ഒരുമിച്ച് പാർക്ക് ചെയ്ത് വണ്ടി വെച്ചിട്ട് പോയി ഫുഡ് കഴിച്ചിട്ട് വരാനുള്ള സൗകര്യമൊന്നും കിട്ടിയില്ല ഹോട്ടലുകളൊന്നും. അപ്പോൾ അത് കാരണം കൂടെ നമ്മൾ പാഴ്സൽ വാങ്ങിയിട്ടാണ് പോകണം. അപ്പോൾ എന്തായാലും നേരെ സ്റ്റേയിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എല്ലാം ഡ്രസ്സൊക്കെ ഒരു റെഡിയായി നമുക്കൊന്ന് സെറ്റിലായതിനു ശേഷം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു എന്താ പറയുക, നമുക്ക് സ്റ്റേയിലേക്ക് എത്താൻ 2 വഴി എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം ഇത് പഴുത്തോട്ടം വ്യൂ പോയിന്റോ ആ വഴിയും പിന്നെ ഈ കാണുന്ന വഴിയാണ് പറഞ്ഞത്. അപ്പോൾ ഈ വഴി കുറച്ച് അഡ്വഞ്ചറസ് ആണെന്നാണ് പറഞ്ഞത്. അറിയില്ല എത്രത്തോളം അഡ്വഞ്ചർ ആയിരിക്കുന്നത്. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡൊന്നും ഇറങ്ങാത്ത ഒരാളാണ്. എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല. ആകെ ഒരു പ്രാവശ്യം പോയത് അച്ചൻകോവിൽ ഭാഗത്തേക്കാണ്. അതാണെന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയോ കയറി കഴിഞ്ഞാൽ മതിയാ എന്നുള്ള അവസ്ഥയായിരുന്നു. ഇനിയിപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും സബാഷ്, ഇത്രത്തോളം ഡേഞ്ചറസ് ആയിരിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് കയറ്റം കയറ്റം കയറുന്നതുകൊണ്ട് എനിക്ക് വിഷയമില്ല. പക്ഷെ ഈ ഇറങ്ങുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ. ഈ വണ്ടി അങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നിലത്ത് കിടക്കാമെന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അമ്മേ, അയ്യോ, എങ്ങനെയൊക്കെയോ ആ ഇറങ്ങി കിട്ടിയല്ലോ. ഇനി അടുത്ത ഇറക്കം വരുന്നുണ്ട്. എന്താ അവസ്ഥ? അത് ഇനിയും കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ ആ ഇറക്കം കണ്ടിട്ട്. മറ്റേ ഇറക്കം എൻ്റെ മാതാവ് ഭയങ്കര സീനായിരുന്നു. നമ്മുടെ മോശി പറയണ്ടായിരുന്നു ജസ്റ്റ് ബാക്ക് ബ്രേക്ക് മാത്രം പിടിച്ചിറക്കിയാൽ മതി, ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ പോയി എന്നാ പറയണത്. ഞാൻ അഞ്ചിനെ ഫുൾ ടൈം ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാനുള്ള തൊരയിലാണ് നിൽക്കുന്നത്. അവിടെ എങ്ങനെയൊക്കെ എത്തുമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ സ്ലൈഡായി നമുക്ക് വേഗം താഴത്തോട്ടെത്താം. ഫൈനലി ഒരു നല്ല റോഡ് കിട്ടിയില്ല. സമാധാനം. ഇതുവരെ എങ്ങനെയൊക്കെയോ വണ്ടി ഇറക്കിക്കൊണ്ട് വന്നു. എന്തോ കാരണം കൊണ്ട് വീണില്ല. അല്ലാണ്ട് എന്താ പറയാ, ഞാൻ ആകെ ഫുള്ള് ടെൻഷനായിരുന്നു. കാരണം എനിക്ക് വണ്ടി ഇതുവരെ എങ്ങനെ ഒരു വഴി കൂടെ ഇറക്കി ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഓഫ് റോഡൊന്നും പോവാത്തൊരു മനുഷ്യനാണ് ഞാൻ. എങ്ങനെയൊക്കെയോ ഇറക്കി രക്ഷപ്പെട്ടു പോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം സ്റ്റേയുടെ അവിടേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല വഴിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഏത് വഴിയാണാവോ? വഴി ഡൗട്ടാണല്ലോ. എന്താണ് മുകളിലേക്ക് എങ്ങോട്ടുള്ള വഴിയാണാവോ? അറിയില്ല. ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ്. എന്താ അവസ്ഥ എന്നറിയില്ല. ഇത് തന്നെ വഴി. ഇവിടെ നിന്ന് ഇനി എത്ര ദൂരം ഉണ്ടാവോ സ്റ്റേയിലേക്ക്? വഴി തെറ്റി. സ്വാഭാവികം, എല്ലാ റൈഡിലുള്ള പോലെ തന്നെ. പോകുന്നു, വഴിയെത്തുന്നു, യൂട്ടേൺ എടുക്കുന്നു, വീണ്ടും തിരിച്ചു പോയി വഴിയിരുത്തുന്നു. ഇതെന്നെ പരിപാടി. എല്ലാ റൈഡിലുള്ള പരിപാടി തന്നെ. മാപ്പ് ഇട്ട് പോയാലും വഴി തെറ്റും. അതാണ് നമ്മുടെ റൈഡിൻ്റെ ഹൈലൈറ്റ്. അമ്മേ, വണ്ടി വളയാനുള്ള കഷ്ടപ്പാടാണ്. ഇതിനകത്ത് ടേണിങ് റേഡിയസ് ഒട്ടും ഇല്ലല്ലോ ഈ വണ്ടിക്ക്. അത് കാരണം കൊണ്ട് അതൊരു ചടങ്ങാണ് ഇവിടെ ഇട്ട് വണ്ടി വളയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നല്ലേ നമ്മുടെ സ്റ്റേയിലേക്കുള്ള വഴി. ഓക്കേ. അയ്യോ, സ്റ്റേ ഇനി താഴത്തോട്ട് ഇറങ്ങണോ? ഞാൻ മൂഞ്ചി. അയ്യോ, ഇനി ഇല്ലാത്ത ലഗേജും കൊണ്ട് ഞാൻ ഇനി താഴത്തോട്ട് ഇറങ്ങണ്ടോ? ദൈവമേ, നോക്കാം നമുക്ക് എന്തായാലും. അമ്മാ,
നമ്മുടെ സ്റ്റേയിലൊക്കെ ചെക്ക് ഇൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് അന്ന് കറങ്ങാറിറങ്ങിയതാട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് എന്താ പറയുക, ചിലന്തിയാർ എന്ന് പറഞ്ഞൊരു പോയിന്റോ അങ്ങനത്തെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു എല്ലാവരും കൂടെ. ഞാൻ ജാക്കറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു വെച്ചു, അതിട്ട് നീ ഈ വഴി കൂടെ ഓടിക്കാൻ വയ്യ. വേറെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വന്ന വഴി നമ്മൾ തിരിച്ചിറങ്ങിയിട്ടെന്തോ വേണം ആ ഭാഗത്തേക്ക്, ചിലന്തിയാർ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി. അതെങ്ങനെ പോവും എന്നുള്ളൊരു ചടങ്ങാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ സ്ട്രെച്ച് ഭയങ്കര സീനാട്ടോ. ഇവിടെ കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഉരുളം കല്ലാണ്. വണ്ടിയിൽ എന്താ പറയുക, ടയറൊന്നും പിടിക്കുന്നില്ല, ഗ്രിപ്പൊന്നും കിട്ടാത്ത പോലെയാണ് അവിടെ. ഇതിപ്പോൾ ചിലന്തിയാറ് പോണ വഴിയാട്ടോ. അപ്പോൾ ഇവിടെ മറ്റേ വഴിയുടെ അത്രയും പ്രശ്നമില്ലാന്ന് തോന്നുന്നു. കുറച്ചൊക്കെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അത് കാരണം കൊണ്ട് അത്രയും ഇഷ്യൂ ഇല്ല പോവാൻ വേണ്ടിയിട്ട്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടയർ കിടന്ന് സ്പിന്നായോണ്ടിരിക്കുകയായിരുന്നു. വേറൊരു എന്താ പറയുക, നമുക്ക് ഒട്ടും ഗ്രിപ്പ് കിട്ടുന്നുണ്ടായില്ല. അപ്പം ആ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടയർ ഗ്രിപ്പ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ മണ്ണുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഗ്രിപ്പ് കിട്ടിയാണ്. ഇപ്പോൾ അതൊന്നുമില്ല ടയറിൽ. എന്താ പറയുക, മറ്റേ കല്ലിക്കൂടെ ടയർ കയറിയിട്ട് ഫുള്ള് കല്ല് തെറിക്കാന്നല്ലാണ്ട് വേറെ ഒന്നും നടക്കണ്ടായിരുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇനി അങ്ങോട്ട് എന്താ അവസ്ഥ എന്നറിയില്ല. നോക്കി നോക്കാം നമുക്ക് പോയിട്ട് എന്തായാലും. അങ്ങനെ എത്തിന്ന് തോന്നുന്നുണ്ടോ. അമ്മേ, ഒരു 1.5 അഡ്വഞ്ചർ ആയിരുന്നു എന്തായാലും. എനിക്ക് ഒട്ടും കോർ സ്ട്രെങ്ത് ഇല്ലാത്തതിൻ്റെ സീനാട്ടോ. കോർ സ്ട്രെങ്ത് ഭയങ്കര കുറവാണ്. അപ്പം എങ്ങനെയെങ്കിലും കോർ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ ഈ റൈഡ് കഴിഞ്ഞിട്ട്. അല്ലാതെ ഇങ്ങനെ എന്നുള്ള വഴിക്കൂടെ ഇറക്കാൻ ഒട്ടും പറ്റില്ല. വട്ടവടയിൽ എത്തിയ ശേഷം മിക്ക ആളുകളും പറയുന്നൊരു സ്ഥലമുണ്ടോ ചിലന്തിയാർ. അതിനാൽ ഞങ്ങളും ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചു. ഇവിടെ എത്തിയപ്പോൾ ആദ്യം ശ്രദ്ധിച്ചത് സ്ഥലത്തിൻ്റെ ശാന്തതയാണ്. വലിയ തിരക്കോ ബഹളമോ ഒന്നുമില്ല. വെള്ളത്തിൻ്റെ ശബ്ദവും ചുറ്റുമുള്ള പച്ചപ്പും മാത്രമേ ഉള്ളൂ. കുറച്ച് സമയം ഇവിടെ നിന്ന ശേഷം അടുത്തുള്ള കേവിലേക്കൊക്കെ പോയിട്ടോ. വലിയൊരു അഡ്വഞ്ചർ സ്പോട്ടോ ഒന്നല്ല, പക്ഷേ ഒന്ന് കയറി നോക്കാൻ നല്ല രസമുണ്ട്. സത്യത്തിൽ ഇങ്ങനെയുള്ള ചെറിയ സ്ഥലങ്ങളൊക്കെയാണ് പലപ്പോഴും യാത്രയിൽ പ്രതീക്ഷിക്കാതെ നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നത്. വട്ടവട യാത്രയിലെ അത്തരമൊരു ചെറിയ കണ്ടത്തിലായിരുന്നു ചിലന്തിയാറും ഈ കേവും. പറഞ്ഞോ. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഗുണ കേവിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വേർഷനിലാണ്. പക്ഷേ ഇത് കൊടൈക്കനാലല്ല, വട്ടവടയിലാണ്. കുറച്ച് പ്രശ്നമാണ്, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കയറിയിട്ടുണ്ട്. പൂച്ചാണ്ടി മ്യൂസിയം, കാട്ടറബി വികാസം പോയിട്ടുണ്ട്. തിരിച്ചൊരു നമുക്ക് നോക്കാം.
അങ്ങനെ ചിലന്തിയാറൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ പോവാണേ. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇനി സ്റ്റേ കയറുന്നു, കുറച്ച് ക്യാമ്പ് ഫയർ എടുത്തു, കിടന്നു തുറക്കുന്നു. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ വീണ്ടും തിരിച്ച് വന്ന വഴി വീണ്ടും വണ്ടി ഓടിക്കണം എന്നുള്ള അവസ്ഥയാണ് ഏറ്റവും വലിയ ചടങ്ങ്. അപ്പോൾ ഞാനിപ്പോൾ ഒറ്റയ്ക്കായി. ഞാൻ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം എന്താ പറയുക, എന്തോ വള്ളി എന്താ കിട്ടുക, ടാങ്ക് ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ടാങ്ക് ബാഗിൻ്റെ വള്ളി എടുത്തു വയ്ക്കാൻ മറന്നുപോയി. അതങ്ങോട്ട് ഊരി കിടക്കുക എന്തോ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ കുറേ മിസ്സിങ് ഉണ്ട് എനിക്ക്. നമ്മുടെ സുനിലണ്ണനാണ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. സുനിലണ്ണൻ എപ്പോഴും സ്വീപ്പായിട്ട് നിൽക്കുന്നുണ്ടാവും എവിടെയെങ്കിലുമൊക്കെ, ആരെങ്കിലുമൊക്കെ കാത്ത്. അപ്പോൾ ഞാനാണ് ഏറ്റവും ലാസ്റ്റ് പോകണേ. അപ്പോൾ അതാരും ഇവിടെ എന്നെയും കാത്ത് പിടിച്ചിരിക്കായിരുന്നു. താങ്ക്സ് സുനിലണ്ണ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഈ വഴി വണ്ടി ഓടിച്ച് കയറുന്ന അവസ്ഥ വന്നെ. അവരൊക്കെ നേരത്തെ പോയി, ഒരാളും വെയിറ്റ് ചെയ്യണില്ല. അങ്ങനെയാണ് അപ്പോൾ കാര്യങ്ങൾ. വരുന്ന വഴിക്ക് ഒരു ടീ കട കിട്ടിയില്ല. അപ്പോൾ ടീ കടയിൽ നിന്ന് ജസ്റ്റ് കുറച്ച് ചായയും കുറച്ച് മുറുക്കും ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് ഒന്ന് റീഫിൽ ചെയ്ത് തിരിച്ച് സ്റ്റേയിലേക്ക് പോവാം. വേറെ പരിപാടിയൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേയിൽ പോകുന്നു, കുറച്ച് ക്യാമ്പ് ഫയർ ഇടുന്നു, ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. വേറെ ഓപ്ഷനൊന്നുമില്ല. പിന്നെ നാളെ കാലത്ത് വീണ്ടും എണീറ്റ് റിട്ടേൺ പോകുന്നു. അപ്പോൾ അതാണ് പരിപാടി. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നാളെ കാലത്ത് നേരത്തെ എണീക്കുകയാണെങ്കിൽ ഒരു ചിലന്തിയാറ് ഭാഗത്ത് എന്തോ ട്രെക്കിങ്, ആ മലയുടെ മുകളിലേക്കുള്ള ട്രെക്കിങ് എടുക്കാം എന്ന പ്ലാൻ ഉണ്ട്. പോകാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. അവർ പറഞ്ഞതൊരു 5 മണിക്ക് എണീറ്റ് നമുക്ക് നേരത്തെ പോവാം, ട്രെക്ക് ചെയ്യാം, അവിടുന്ന് സൺറൈസ് കാണുക, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത്. അറിയില്ല. ഇത്രയും വണ്ടിയൊക്കെ ഓടിച്ച് ക്ഷീണിച്ചിരിക്കുമ്പോൾ ഇനി നാളെ കാലത്ത് 5 മണിക്ക് എണീക്കാൻ പറ്റുമെന്ന് അറിയില്ല. വേറെ സിനാരിയോ ഇന്ന് എപ്പോൾ കിടക്കുന്നതും കൂടെ ഉള്ളതാണ്. ക്യാമ്പ് ഫയറും പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരത്തെ കിടന്നാൽ മാത്രമേ എണീക്കാൻ പറ്റുള്ളൂ. നോക്കിയോട്ടെ നാളത്തെ കൈസ് എണീക്കുമ്പോൾ നോക്കാം നമുക്ക് എന്തായാലും. ഈ കാണുന്ന സ്ട്രെച്ചാട്ടോ ഞാൻ പറഞ്ഞത്. കുറച്ച് ചടങ്ങാണ് ഈ വഴി വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഫുള്ളും ചരലും ഇതുകളൊക്കെയാണ്. വണ്ടി ഒട്ടും ഗ്രിപ്പ് കിട്ടുന്നില്ല. അതാണ് സീൻ. അല്ലെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ അതായത് മണ്ണാഞ്ചിട്ട് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. ഇപ്പം ഈ പറഞ്ഞ വലിയ കല്ലിൻ്റെ മുകളിൽ കൂടെ ഒക്കെ വണ്ടി കയറുമ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഗ്രിപ്പ് കിട്ടുന്നില്ല. അതാണ് ഇഷ്യൂ. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ കാഴ്ച നമ്മുടെ ഡേ 1. അപ്പോൾ ഇനി പോയി കിടന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇനി വട്ടവടയിലെ വിശേഷങ്ങളുമായി ഡേ 2 കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.